Hi everyone, this is Rinsi from Groww Malayalam channel. ഇന്ന് നമ്മൾ സ്മോൾ ക്യാപ് സ്റ്റോക്കുകളാണ് നോക്കാൻ പോകുന്നത്. അതുപോലെ കറന്റ് എന്തുകൊണ്ടാണ് അവരിപ്പോൾ ബുള്ളിഷ് ട്രെൻഡ് എന്നും കൂടി നമ്മൾ നോക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ മറിഞ്ഞിരിക്കുന്ന കുറച്ച് രത്നങ്ങളെയൊക്കെ പുറത്ത് കൊണ്ടുവരുന്നതായിരിക്കും. സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾ ഫുള്ള് കാണാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് നമ്മൾ പോകുന്നതിന് മുമ്പ് എന്താണ് സ്മോൾ ക്യാപ് സ്റ്റോക്സ് എന്നുള്ളത് നമുക്ക് ആദ്യം പറയാം. അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ അനുസരിച്ചാണ് കമ്പനികളെ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. അതായത് കമ്പനിയുടെ ഔട്ട്സ്റ്റാൻഡിംഗ് ഷെയർസിൻ്റെ ടോട്ടൽ വാല്യൂവിൻ്റെ ബേസിൽ. അപ്പോൾ ഈ സ്മോൾ ക്യാപ് സ്റ്റോക്കുകൾ എന്ന് പറഞ്ഞാൽ ചെറിയ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനുള്ള കമ്പനികളാണ്. ജനറലി 5000 കോടിയുടെ താഴെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയാണ്. അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരുപാട് നാളത്തെ ബെയറിഷ് ഡേയ്സ് ഒക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ സ്മോൾ ക്യാപ്പ് ഒക്കെ ബുള്ളിഷ് സൈഡിലേക്ക് വന്നിട്ടുണ്ട്. അപ്പം നിങ്ങളിപ്പോൾ ഒരു സ്മോൾ ക്യാപ് സ്റ്റോക്കുകളൊക്കെ വാങ്ങാൻ താല്പര്യമുള്ള ഇൻവെസ്റ്റർ ആണെങ്കിൽ ഇത് നല്ലൊരു സമയമാണ്. അപ്പോൾ ഒരു കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കണം, സ്മോൾ ക്യാപ് സ്റ്റോക്കുകളൊക്കെ മിക്കപ്പോഴും ആദ്യം ഇടിയും, എന്നിട്ട് പിന്നെ ലാസ്റ്റ് ആണ് അത് കയറാറുള്ളത്. എന്നാൽ നിങ്ങളിപ്പോൾ നല്ലൊരു സ്റ്റോക്കാണ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് നല്ല റിട്ടേൺസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ ശരിയായ ചോയ്സിന് വേണ്ടിയിട്ട് നിങ്ങൾ കറക്റ്റ് ഫൈനാൻഷ്യൽ പാരാമീറ്റേഴ്സ് അതുപോലെ ഫിൽറ്റേഴ്സ് ഒക്കെ ഉപയോഗിക്കുന്നത് പ്രധാനമായിട്ടുള്ള കാര്യമാണ് ഇവിടെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഹയസ്റ്റ് ROE അതുപോലെ ROCE ഉള്ള 2 സ്മോൾ ക്യാപ് സ്റ്റോക്കുകളെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോയ്ക്ക് വേണ്ടി നമ്മൾ എടുത്തേക്കുന്ന ഫിൽറ്റേഴ്സ് വരുന്നത് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ലെസ് ദാൻ 5000 crores ആണ്, ലാസ്റ്റ് ഇയർ ROE അതായത് റിട്ടേൺ ഓൺ ഇക്വിറ്റി മോർ ദാൻ 20%, ലാസ്റ്റ് ഇയർ ROCE അതായത് റിട്ടേൺ ക്യാപിറ്റൽ എംപ്ലോയ്ഡ് മോർ ദാൻ 20%, ലാസ്റ്റ് 5 years സെയിൽസ് ഗ്രോത്ത് CAGR മോർ ദാൻ 15%, അതുപോലെ തന്നെ ഡെറ്റ് ടു ഇക്വിറ്റി ലെസ് ദാൻ 1 ആണ്. അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ ഹയസ്റ്റ് ROE അതുപോലെ ROCE ഉള്ള സ്റ്റോക്ക് ലാസ്റ്റ് ആയിരിക്കും നമ്മൾ കവർ ചെയ്യുന്നത്. സോ നമുക്ക് ടൈം ഒന്നും വേസ്റ്റ് ചെയ്യാതെ ഇന്നത്തെ നമ്മുടെ മെയിൻ ടോപ്പിക്കിലേക്ക് നമുക്ക് പോകാം. സോ ലെറ്റ്സ് ബിഗിൻ ടുഡേയ്സ് വീഡിയോ. ഇന്നത്തെ നമ്മുടെ ആദ്യത്തെ കമ്പനി റിയൽ എസ്റ്റേറ്റ്, ഇ കൊമേഴ്സ്, ഫൈനാൻസ്, ടെലികോം, ഹെൽത്ത് കെയർ സെക്ടറിലേക്കൊക്കെയുള്ള കമ്പനികൾക്ക് സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ്, എന്റർപ്രൈസ് സൊല്യൂഷൻ, കൺസൾട്ടിംഗ് അതുപോലെ IT സൊല്യൂഷൻസ് നൽകുന്ന ഒരു കമ്പനിയാണ്. ഇപ്പോൾ 2014 ഈ ഒരു കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്തത്. അപ്പോൾ കമ്പനിയുടെ പേരാണ് കേസോൾസ് ഇന്ത്യ ലിമിറ്റഡ്. അപ്പോൾ കമ്പനിയുടെ ROE 127.87%, ROCE 169.61% ആണ്. അപ്പോൾ കമ്പനിയുടെ എക്സ്പെർട്ടൈസിൽ ഉള്ളതാണ് ഹൈ എൻഡ് ടെക്നോളജീസ് ലൈക്ക് ബിഗ് ഡാറ്റ, മെഷീൻ ലേണിംഗ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒക്കെ. ഇനി നമ്മൾ കമ്പനിയുടെ ബിസിനസിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ അവർക്ക് 2 സെഗ്മെന്റ്സ് ഉണ്ട്, പ്രൊഡക്റ്റ് അതുപോലെ സർവീസ് സെഗ്മെന്റ്. അപ്പോൾ നമുക്ക് ഓരോ സെഗ്മെന്റ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ആദ്യത്തെ സർവീസ് ആണ് വരുന്നത്. അപ്പോൾ ഈ ഒരു സെഗ്മെന്റിലെ കീഴിൽ കമ്പനി സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് അതുപോലെ കൺസൾട്ടിംഗ് സർവീസ് ഒക്കെ നൽകുന്നുണ്ട്. അപ്പോൾ കമ്പനി സോഫ്റ്റ്വെയർ സർവീസുകളായ സെയിൽസ് ഫോഴ്സ്, മെഷീൻ ലേണിംഗ്, ജാവ സ്ക്രിപ്റ്റ് ഒക്കെ നൽകുന്നുണ്ട്. അതുപോലെ തന്നെ അവർ ഓഡോ ആപ്സ്, മജൻറ്റോ ആപ്സ്, സെയിൽ ഫോഴ്സ് ആപ്സ് അതുപോലെ പല IOX അതുപോലെ തന്നെ ആൻഡ്രോയിഡ് ആപ്പുകൾക്കൊക്കെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഇനി അടുത്ത സെഗ്മെന്റിൽ വരുന്നതാണ് പ്രൊഡക്ട്സ്. കമ്പനി അവരുടെ ആപ്പുകളായ അഡോബി, മജൻറ്റോ ആപ്സ്, സെയിൽസ് ഫോഴ്സ് ആപ്സ് അതുപോലെ ഓഡോ ആപ്പ് ഒക്കെ വിൽക്കുകയാണ് ചെയ്യുന്നത്. ഈ ബിസിനസ് സെഗ്മെന്റിൽ നിന്നുള്ള കമ്പനിയുടെ റവന്യൂവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫൈനാൻഷ്യൽ 2023 കമ്പനിയുടെ മെജോറിറ്റി റവന്യൂ സർവീസ് സെഗ്മെന്റിൽ നിന്നാണ് വരുന്നത് 97%. അതുപോലെ തന്നെ ബാക്കി 3% പ്രൊഡക്റ്റ് സെഗ്മെന്റിൽ നിന്നാണ് വരുന്നത്. ഇനി റീജിയൻ വൈസ് നമ്മൾ നോക്കുകയാണെങ്കിൽ റവന്യൂ നോക്കിയിട്ടുണ്ടെങ്കിൽ നോർത്ത് അമേരിക്കയിൽ നിന്നാണ് കൂടുതൽ റവന്യൂ വരുന്നത് 66%, അത് കഴിഞ്ഞ് ഇന്ത്യയിൽ നിന്ന് 23%, യൂറോപ്പിൽ നിന്ന് 7%, ബാക്കി 4% ലോകത്തെ പലയിടങ്ങളിൽ നിന്നാണ് വരുന്നത്. ഇനി ഓവറോൾ സെയിൽസ് നമ്മൾ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 5 വർഷങ്ങളിൽ കമ്പനിയുടെ സെയിൽസ് 87% CAGR വളർന്നിട്ടുണ്ട്. അതേസമയത്ത് പ്രോഫിറ്റ് 234% CAGR. അപ്പോൾ കഴിഞ്ഞ 3 വർഷങ്ങളിലും ഈ ഒരു സെയിം ട്രെൻഡ് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും പ്രോഫിറ്റ് സെയിൽസിനേക്കാളും പെട്ടെന്ന് വളർന്നിട്ടുണ്ട്. അപ്പോൾ ഇതുകൂടാതെ കമ്പനി വരും വർഷങ്ങളിൽ കമ്പനി ഇപ്പോൾ മെഷീൻ ലേണിംഗ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അതുപോലെ ബിഗ് ഡാറ്റയിലൊക്കെ കൂടുതൽ ഓഫറിംഗ്സ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അതുപോലെ പുതിയ ടെക്നോളജികളായിട്ട് പാർട്ണർഷിപ്പിന് കയറണം. എന്നാലും നമ്മുടെ രാജ്യം ഇപ്പം ഗ്ലോബൽ ജിയോ പൊളിറ്റിക്കൽ അത് ഇക്കണോമിക് ചാലഞ്ചസ് ഒക്കെ ഫേസ് ചെയ്തിട്ടും കമ്പനിയുടെ എക്സ്പോർട്സ് അത്ര സീരിയസ് ആയിട്ട് ബാധിച്ചിട്ടില്ല. ഇവിടെ നിങ്ങൾ നോട്ട് ചെയ്യേണ്ട ഒരു മെയിൻ പോയിന്റ്, കമ്പനിയുടെ 59% ബിസിനസ്സും 2 ടോപ്പ് ഷെയർ ഹോൾഡേഴ്സ് ആണ് ഹോൾഡ് ചെയ്യുന്നത്. അപ്പോൾ കേസോൾസ് ഇന്ത്യയിൽ FISന് ഒരു മീനിങ് ഇൻവെസ്റ്റ്മെന്റ് ഒന്നുമില്ല. അപ്പോൾ കമ്പനിയുടെ CEO രത്തൻ ശ്രീവാസ്തവാണ് കമ്പനിയുടെ വലിയൊരു ഷെയർ ഹോൾഡർ. 32% ഷെയർസ് അവർ ഹോൾഡ് ചെയ്യുന്നുണ്ട്. സെക്കൻഡ് ലാർജസ്റ്റ് ഷെയർ ഹോൾഡർ വരുന്നത് ദീപാലി വർമ്മയാണ്, 27% ഹോൾഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെക്കൻഡ് ലാർജസ്റ്റ് ഷെയർ ഹോൾഡറായ ദീപാലി വർമ്മ ഒരു സീനിയർ കീ എക്സിക്യൂട്ടീവ് വരുന്നതാണ്. അതായത് കമ്പനി ടോപ്പ് ഷെയർ ഹോൾഡേഴ്സ് വരുന്നത് കമ്പനിയുടെ അകത്തുള്ള ഓണർഷിപ്പിലുള്ളവർ തന്നെയാണ്. അതായത് കമ്പനി ടോപ്പ് ഷെയർ ഹോൾഡേഴ്സിൽ വരുന്ന കമ്പനിയുടെ അകത്ത് ഓണർഷിപ്പ് ഉള്ളവർ തന്നെയാണ്. അപ്പോൾ ഈ 2 ഷെയർ ഹോൾഡേഴ്സ് ആണ് കമ്പനിയിൽ മെജോറിറ്റി ഷെയർ ഹോൾഡിംഗ്സ് ഉള്ളത്. അപ്പോൾ അത് കാണിക്കുന്നത് എന്താണ്, കമ്പനിയുടെ തീരുമാനങ്ങൾ ഇൻഫ്ലുവൻസ് ചെയ്യാൻ മാത്രമുള്ള പവർ ഇവർക്കുണ്ടെന്നാണ്. അതായത് അവർ കമ്പനിയിൽ അത്രയും സ്ട്രോങ് ആയിട്ട് വിശ്വസിക്കുന്നുണ്ട് എന്നാണ് ഇത് കാണിക്കുന്നത്.
ഇനി അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്യേണ്ട ഒരു പോയിന്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ റവന്യൂവിൻ്റെ 48% വരുന്നത് ടോപ്പ് 10 കസ്റ്റമേഴ്സിൽ നിന്നാണ്. അപ്പോൾ ഇതൊരു സ്ട്രെങ്ത് ആണെങ്കിലും ഇതൊരു ചലഞ്ചും കൂടിയാണ്. ഇപ്പോൾ ഒരു ചെറിയ ഗ്രൂപ്പ് ഓഫ് കസ്റ്റമേഴ്സിലേക്ക് ഹെവി ആയിട്ട് ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ ആ കസ്റ്റമേഴ്സിൻ്റെ ഡിമാൻഡ് അല്ലെങ്കിൽ ഇപ്പോൾ ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റിയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടായാൽ കമ്പനി അത് മോശമായിട്ട് ബാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ റിസ്ക് ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ കസ്റ്റമേഴ്സിലേക്ക് ഡൈവേഴ്സിഫൈ ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഇനി നമുക്ക് കമ്പനിയുടെ കുറച്ച് മെയിൻ ഫൈനാൻഷ്യൽ നമ്പേഴ്സ് അവർ ലിസ്റ്റഡ് കോമ്പറ്റേറ്റേഴ്സായ പെർസിസ്റ്റന്റ് സിസ്റ്റം ലിമിറ്റഡോ അതുപോലത്തെ എംഫസിസ് ലിമിറ്റഡ് ആയിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ വാല്യൂഷനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ എംഫസിസ് ഡിസ്കൗണ്ടിലാണ് ട്രേഡ് ചെയ്യുന്നത് കേസോൾസ് ഇന്ത്യ അതുപോലത്തെ പെർസിസ്റ്റന്റ് സിസ്റ്റത്തിനെ വെച്ച് നമ്മൾ നോക്കുമ്പോൾ. പക്ഷേ കേസോൾസ് ഇന്ത്യ ആണ് അവരുടെ കോമ്പറ്റേറ്റേഴ്സിനേക്കാളും ഹയർ ROI ജനറേറ്റ് ചെയ്യുന്നത്. ഇനി റിട്ടേൺസിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ കേസോൾസ് ഇന്ത്യ അതുപോലത്തെ പെർസിസ്റ്റന്റ് സിസ്റ്റമാണ് കഴിഞ്ഞ വർഷം പോസിറ്റീവ് റിട്ടേൺസ് നൽകിയിട്ടുള്ളത്. അതേസമയത്ത് എംഫസിസ് കഴിഞ്ഞ വർഷം അവരുടെ ഇൻവെസ്റ്റേഴ്സിന് നെഗറ്റീവ് റിട്ടേൺസ് ആണ് നൽകിയിട്ടുള്ളത്. ഇനി നമുക്ക് അടുത്ത കമ്പനിയെ കുറിച്ച് നോക്കാം. അപ്പോൾ ഇന്ത്യക്ക് നെറ്റ് സീറോ ഫ്യൂച്ചർ ബിൽഡ് ചെയ്യുന്നതിൽ ഫോക്കസ് ചെയ്യുന്ന കമ്പനിയാണിത്. ഇപ്പോൾ 2008 ഈ ഒരു കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്ത്. അപ്പോൾ ഈ ഒരു കമ്പനി ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് സസ്റ്റൈനബിലിറ്റി അഡ്വൈസറി അതുപോലെ കാർബൺ ഓഫ്സെറ്റിംഗ് അതിൻ്റെ കൂടെ ബിസിനസ് എക്സലൻസി സർവീസും ബിസിനസ്സിലേക്ക് അവർ എൻഗേജ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ പറയാം, കമ്പനി ബിസിനസ്സുകൾക്ക് സ്ട്രാറ്റജിക് സൊല്യൂഷൻസ് ഓഫർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഗ്ലോബലി ഓർഗനൈസേഷന് അവർ ക്ലൈമറ്റ് അംബിഷൻസ് നേടിയെടുക്കാനും. കമ്പനിയുടെ പേരാണ് EKI എനർജി സർവീസസ് ലിമിറ്റഡ്. അപ്പോൾ കമ്പനിയുടെ ROI വരുന്നത് 176.17%, ROC വരുന്നത് 236.09% ആണ്. അപ്പോൾ 40 രാജ്യങ്ങളിലധികമായിട്ട് 3000 ക്ലയൻസിലധികം കമ്പനിക്കുണ്ട്. അപ്പോൾ കമ്പനിയുടെ ക്ലയൻസിൽ ഒരുപാട് വലിയ പേരുകളുണ്ട്. ലൈക്ക് വേൾഡ് ബാങ്ക്, യുണൈറ്റഡ് നാഷൻസ് ഫ്രെയിംവർക്ക് കൺവെൻഷൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച്, NTPC, ഇന്ത്യൻ റെയിൽവേസ്, ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ലിമിറ്റഡ് ഒക്കെ. ഇനി കമ്പനിയുടെ ബിസിനസ്സിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ 2 സെഗ്മെന്റ്സിലാണ് അവർ ഓപ്പറേറ്റ് ചെയ്യുന്നത്. സർവീസസ് ആൻഡ് ബിസിനസ് എക്സലൻസ് അഡ്വൈസറി സർവീസ് അതുപോലെ ട്രെയിനിങ് സർവീസും. അപ്പോൾ ഓരോ സെഗ്മെന്റ് നമുക്ക് മനസ്സിലാക്കാം. ആദ്യത്തെ സർവീസസ്. അപ്പോൾ EKI എനർജി സർവീസസ് ലിമിറ്റഡ് കാർബൺ ക്രെഡിറ്റ്, എനർജി, ക്വാളിറ്റി മാനേജ്മെന്റ് സർവീസുകൾ നൽകുന്നുണ്ട്. അപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ കമ്പനികൾക്ക് കാർബൺ ന്യൂട്രൽ ആവാൻ വേണ്ടി സഹായിക്കുന്ന സർവീസുകൾ കമ്പനി നൽകുന്നുണ്ട്. അതായത് കമ്പനികൾക്ക് അവരുടെ കാർബൺ എമിഷൻ കുറയ്ക്കാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബാക്കിയുള്ള എമിഷനൊക്കെ റിന്യൂവബിൾ പവർ ജനറേഷൻ, വേസ്റ്റ് മാനേജ്മെന്റ് വഴിയൊക്കെ ഓഫ്സെറ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ കാർബൺ ക്രെഡിറ്റ് എന്ന് പറയുന്നത് ഗവൺമെന്റ് നൽകുന്ന ഒരു പെർമിറ്റ് ആണ്. അപ്പോൾ ഇതുവഴി ഓണർമാർക്ക് ഒരു സർട്ടൺ എമൗണ്ട് കാർബൺ അതുപോലെ ഗ്രീൻ ഹൗസ് ഗ്യാസസ് ഒക്കെ എമിറ്റ് ചെയ്യാം. അപ്പോൾ ക്ലയൻറ്റുകൾക്ക് അവരുടെ കാർബൺ ന്യൂട്രാലിറ്റി ഗോൾസ് ഒക്കെ നേടിയെടുക്കാൻ വേണ്ടി സഹായിക്കുന്ന പല സൊല്യൂഷൻസ് അവർ ഓഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൽ വരുന്നതാണ് ബയോമെത്തനൈസേഷൻ, വിൻഡ്, സോളാർ, ഹൈഡ്രോ, ബയോമാക്സ്, ജിയോ തെർമൽ എനർജി, വേസ്റ്റ് മാനേജ്മെന്റ് ഒക്കെ വഴിയുള്ള റിന്യൂവബിൾ പവർ ജനറേഷൻ. രണ്ടാമത് ബിസിനസ് എക്സലൻസ് അഡ്വൈസറി സർവീസസ് ആൻഡ് ട്രെയിനിങ് ആണ്. അപ്പോൾ ഈ ഒരു സെഗ്മെന്റ് കീഴിൽ കമ്പനി ISO സ്റ്റാൻഡേർഡ് ഇംപ്ലിമെന്റേഷൻ കൺസൾട്ടൻസി, ട്രെയിനിങ് ആൻഡ് മെയിൻ്റനൻസ്, ഇലക്ട്രിക്കൽ സേഫ്റ്റി, ഓഡിറ്റ് ഒക്കെ നൽകുന്നുണ്ട്. അപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ കമ്പനി ബിസിനസ് ഇംപ്ലിമെന്റേഷൻ ISO സ്റ്റാൻഡേർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. അപ്പോൾ ISO സ്റ്റാൻഡേർഡ്സ് എന്ന് പറഞ്ഞാൽ ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് ആണ്. അപ്പോൾ ഇത് ബിസിനസിന്റെ പ്രോസസ്സ് അതിൽ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും. അപ്പോൾ ഈ ഒരു സ്റ്റാൻഡേർഡ്സ് ഒക്കെ ബിസിനസ് നടത്തിയെടുക്കാൻ വേണ്ടിയിട്ട് അവർ കൺസൾട്ടൻസി ആൻഡ് ട്രെയിനിങ് സർവീസുകൾ നൽകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ബിസിനസ് സെഗ്മെന്റിൽ നിന്നുള്ള റവന്യൂവിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ കമ്പനിയുടെ മെജോറിറ്റി റവന്യൂ വരുന്നത് സർവീസ് സെഗ്മെന്റിൽ നിന്നാണ്. അപ്പോൾ 9 മന്ത് എൻഡിങ് 31 ഡിസംബർ 2022 99.35%, ബാക്കി 0.65% ബിസിനസ് എക്സലൻസി അഡ്വൈസറി സർവീസ് ആൻഡ് ട്രെയിനിങ് സർവീസ് സെഗ്മെന്റിൽ നിന്നാണ് വരുന്നത്. 2022 ഇന്ത്യയിൽ നിന്ന് ആദ്യമായിട്ട് പ്ലാസ്റ്റിക് പ്രൊജക്ട് ലിസ്റ്റ് ചെയ്ത കമ്പനിയായിട്ട് മാറി. US വാഷിംഗ്ടണിൽ സ്ഥിതി ചെയ്യുന്ന ഗ്ലോബൽ അക്രിഡേഷൻ സ്റ്റാൻഡേർഡായി വരെ ഉപയോഗിച്ചിട്ട്. അപ്പോൾ ഗ്രീൻ ഹൗസ് മിറ്റിഗേഷൻ പ്രോജക്റ്റ് രാജ്യമെമ്പാടും അതുപോലെ ഇന്റർനാഷണലി എംപവർ ചെയ്യാൻ വേണ്ടിയിട്ട് സിംഗപ്പൂരിൽ ഇമ്പാക്ട് ക്യാപിറ്റൽ അസറ്റ് മാനേജ്മെന്റ് പ്രൈവറ്റ് ലിമിറ്റഡ് ആയിട്ട് സഹകരിച്ചിട്ട് 1000 കോടി രൂപയുടെ ക്ലൈമറ്റ് ഇമ്പാക്ട് ഫണ്ട് ആരംഭിച്ചു. അപ്പോൾ ഇതോടൊപ്പം ഇന്ത്യയിലെ ഫസ്റ്റ് ക്ലൈമറ്റ് എഡ്ടെക് ആൻഡ് ക്ലൈമറ്റ് ഫൈനാൻസ് കമ്പനിയായ ക്ലൈമ കൂൾ പ്രോജക്ട് ആൻഡ് എഡ്ടെക് ലിമിറ്റഡ് ലോഞ്ച് ചെയ്തു. നമ്മൾ സെയിൽസ് അതുപോലെ പ്രോഫിറ്റ് ഗ്രോത്ത് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 5 വർഷങ്ങളിൽ സെയിൽസ് 229% CAGR ഗ്രോത്ത് ആണ് ഉണ്ടായിട്ടുള്ളത്. അതേസമയത്ത് പ്രോഫിറ്റ് 358% CAGR റേറ്റിലാണ് വളർന്നേക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ 3 വർഷങ്ങളിലും ഈ ഒരു ട്രെൻഡാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇവിടെ സെയിൽസിന് വെച്ച് നോക്കുമ്പോൾ പ്രോഫിറ്റ് ആണ് പെട്ടെന്ന് വളർന്നേക്കുന്നത്. ഇപ്പം നോക്കുവാണെങ്കിൽ ഇന്ത്യയിലെ ടോപ്പ് പ്ലേയേഴ്സിൽ ഒരാളാണ് കമ്പനി. അതുപോലെ വോളണ്ടറി കാർബൺ ക്രെഡിറ്റ് മാർക്കിൽ അവർക്കൊരു സ്ട്രോങ് പ്രസൻസ് ഉണ്ട്. അപ്പോൾ കമ്പനി വലിയ കോർപ്പറേറ്റ് ഗ്രൂപ്പുകളുടെ കൂടിയും കമ്മോഡിറ്റി ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിലും വർക്ക് ചെയ്തുകൊണ്ട് അവർക്ക് സ്ട്രോങ് റെപ്യൂട്ടേഷൻ ഉണ്ട്. അപ്പോൾ അവർ 1000 റിനോഡ് പ്രോജക്ട് ഡെവലപ്പേഴ്സായിട്ട് പാർട്ട്ണർഷിപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പല പ്രൊജക്റ്റുകൾക്കായിട്ട് കാർബൺ ക്രെഡിറ്റ് സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. കൂടാതെ കമ്പനി പുതിയ ക്ലയൻസ് അതിൽ പ്രൊജക്റ്റ് ഒക്കെ ആഡ് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ട്. സപ്ലൈ ചെയിനിൽ അവരുടെ പ്രസൻസ് സ്ട്രെങ്തൻ ചെയ്യാൻ, അതുപോലെ തന്നെ മെയിൻ മാർക്കറ്റിൽ അവരുടെ ബ്രാൻഡ് പ്രസൻസ് കൂട്ടാനൊക്കെ. എന്നാലും കമ്പനി കറന്റ് കാർബൺ ക്രെഡിറ്റ് അഡ്വൈസറി ആൻഡ് ട്രെയിനിങ്ങിൽ ലിമിറ്റഡ് സർവീസുകൾ മാത്രമേ ഓഫർ ചെയ്തുള്ളൂ. അപ്പോൾ കമ്പനി മെയിൻലി കാർബൺ ക്രെഡിറ്റ് അഡ്വൈസറി ആൻഡ് ട്രേഡിംഗിലാണ് ഫോക്കസ് ചെയ്യുന്നത്.
പക്ഷേ കുക്ക് സ്റ്റോക്ക് മാനുഫാക്ചറിങ് ആൻഡ് ക്ലൈമറ്റ് ഇമ്പാക്ട് ഫണ്ടിങ്ങിലും എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫൈനാൻഷ്യൽ ഇമ്പാക്റ്റ് ഇല്ലാതെ ഡൈവേഴ്സിഫൈ ചെയ്യാനുള്ള അവരുടെ ആ ഒരു എബിലിറ്റി നമ്മൾ പ്രധാനമായിട്ട് നോക്കേണ്ടതാണ്. ഒരു പോയിന്റ് കൂടി നമ്മൾ നോട്ട് ചെയ്യാണ്ട്, പ്രൊമോട്ടേഴ്സിന് കമ്പനിയിൽ ഹൈ സ്റ്റേക്ക് ഉണ്ട്. അപ്പോൾ കമ്പനിയുടെ ചെയർമാൻ മനീഷ് കുമാർ ദാബ്കര കമ്പനിയിൽ അറൌണ്ട് 51.40% സ്റ്റേക്ക് ഹോൾഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ടോട്ടൽ പ്രൊമോട്ടേഴ്സ് ഹോൾഡിംഗ് വരുന്നത് അറൌണ്ട് 73.43% ആണ്. അപ്പോൾ കമ്പനിയുടെ റവന്യൂ റെക്കഗ്നൈസേഷൻ പോളിസിയിൽ ചില ഓഡിറ്റർമാർ പൊരുത്തക്കേടുകൾ കണ്ടെത്തിയതോടെ അടുത്തിടെ കമ്പനി വാർത്തകളിൽ ഇടം നേടിയിരുന്നു. അതുപോലെ കോൺട്രാക്റ്റുകളുടെ റവന്യൂ റെക്കഗ്നൈസേഷൻ ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 115 ആയിട്ട് പൊരുത്തപ്പെടുന്നില്ല എന്നും ഓഡിറ്റർമാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാലും മാനേജ്മെന്റ് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലനേഷൻ നൽകിയിട്ടുണ്ടായിരുന്നു. അതായത് അവർ റവന്യൂ ട്രാൻസാക്ഷന്റെ ആക്ച്വൽ ഒക്കറൻസിന്റെ ബേസിലാണ് റെക്കഗ്നൈസ് ചെയ്യുന്നത്, ജസ്റ്റ് ട്രാൻസാക്ഷൻ ഫോമിൽ മാത്രമല്ല എന്നുള്ളത്. ഇനി നമുക്ക് ഈ KI എനർജി സർവീസസിന്റെ കുറച്ച് ഫൈനാൻഷ്യൽ നമ്പേഴ്സ് നമുക്ക് നോക്കാം. അപ്പോൾ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ വരുന്നത് 1059.52 ആണ്. കറന്റ് മാർക്കറ്റ് പ്രൈസ് വന്ന് 385.55 റുപ്പീസ് ആണ്. പി വന്ന് 3.06, ഡെറ്റ് ടു ഇക്വിറ്റി 0, അതായത് ഡെറ്റ് ഫ്രീ ആയിട്ടുള്ള ഒരു കമ്പനിയാണ്. 5 ഇയർ സെയിൽസ് ഗ്രോസ് ഇയർ 228.58, ROE 176.17, 1 ഇയർ റിട്ടേൺസ് -79.98, 5 ഇയർ CAGR റിട്ടേൺസ് നിൽ. സോ ഇതായിരുന്നു ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന ടോപ്പിക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയെങ്കിൽ നമ്മുടെ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ കോണ്ടന്റ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലും കൂടി ഒന്ന് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മറക്കരുത്. അപ്പം നമുക്ക് ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് യൂസ്ഫുൾ കോണ്ടന്റ്സ് ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ, ഹാപ്പി ഇൻവെസ്റ്റിംഗ് ആൻഡ് ബൈ ഫ്രം റിൻസി. Investment in securities market are subject to market risks. Read all the related documents carefully before investing. Please read the risk disclosure documents carefully before investing in equity shares, derivatives, mutual fund, and or other instruments traded on the stock exchanges.